നാടും നാട്ടുകാരും ലഹരിക്ക് പിറകെ ഓടുമ്പോൾ കാസർഗോഡ് ഒരു ഗ്രാമമുണ്ട്. ഇവർക്ക് നീന്തലാണ് ലഹരി. തലമുറകളെല്ലാവരും ഒരുപോലെ നീന്തലിനായി ഒത്തുചേരുന്നുണ്ട് ഇവിടെ. കുറ്റിക്കോലിലെ കുട്ടികൾ നീന്തി കയറുകയാണ്. ഒരു മാസത്തെ ചിട്ടയായ പരിശീലനത്തിനൊടുവിൽ ഏത് നിലയില്ലാ കയങ്ങളും ഈ കുഞ്ഞുങ്ങൾ നീന്തി കയറും. പഠിച്ചത് ഒരു കറക്റ്റ് സ്റ്റൈലിലല്ല പഠിച്ചത്, ഒരു മറക്കുന്ന രീതിയിൽ. അപ്പം നീന്താൻ മാത്രം പഠിച്ച പോലെ ഞാനൊന്ന് പഠിച്ചു. പക്ഷെ ഇപ്പൊ ഞാൻ നല്ല വൃത്തിക്ക് അതിന്റെ സ്റ്റൈലിൽ പഠിച്ചു നീന്താൻ. അതുകൊണ്ട് ഇനി മറക്കാൻ പോകുന്നില്ല. നല്ല വൃത്തിക്ക് എപ്പോൾ വേണമെങ്കിൽ നീന്തൽ പഠിക്കാൻ പ്രായഭേദമന്യേ സ്ത്രീകളും എത്തിയിരുന്നു. സിവിൽ ഡിഫൻസ് സേന വളണ്ടിയറും നീന്തൽ പരിശീലകനുമായ ശശിധരന്റെ നേതൃത്വത്തിലാണ് പരിശീലന പരിപാടികൾ പുരോഗമിക്കുന്നത്. ഫയർഫോഴ്സിന്റെ ഭാഗമായി ഒരു സിവിൽ ഡിഫൻസ് സേനയുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി വന്നപ്പോൾ ഞാൻ ആരംഭിച്ചതാണ്. ഏകദേശം 2019 ആരംഭിച്ചതിന് ഏകദേശം 900-ഓളം കുട്ടികൾ ഇതുവരെ നീന്തൽ പരിശീലനം നൽകും. ചെറിയ കുട്ടികളെ ചെറിയ പ്രശ്നങ്ങളാണ്. അതായത് വെള്ളത്തിൽ ആദ്യം നമ്മൾ എന്തായാലും ഇറക്കില്ല, അവർക്ക് കുറച്ച് സമയമെടുക്കും. ഇപ്പോൾ സാധാരണ കുട്ടികളെ 2-3 ദിവസം കൊണ്ട് നീന്തി പോകുന്ന കുട്ടികളുണ്ട്. അല്ലെ 10-12 ദിവസം വരെ പരിശീലിപ്പിച്ച അതിനുശേഷം നീന്തി പോകുന്ന കുട്ടികളുണ്ട്. ഏതായാലും ഒരു 8-9 ദിവസത്തിനുള്ളിൽ ഏകദേശം കുട്ടികളും നീന്തി പോകും. നാട്ടുകാരുടെയും പഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിലാണ് ഒരു മാസത്തോളം നീണ്ടുനിന്ന ക്യാമ്പ് സംഘടിപ്പിച്ചത്. വയലൻസ് ഏറ്റവും കൂടുതൽ ഈ കേരളത്തെ തന്നെ ബാധിച്ച ഈ സമയത്ത് അതിനെ ചെറുക്കാൻ ആവശ്യമായിട്ടുള്ള നല്ലൊരു സംവിധാനമായിട്ട് ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് കഴിയും. ഈ നീന്തൽ ലഹരിയായിട്ട് എടുത്ത കുട്ടികളെല്ലാം ഇതിൽ വന്നു ചേരുമ്പോൾ തീർച്ചയായിട്ടും ഇതിനെ പിന്തിരിപ്പിക്കാനുള്ള നല്ല പോംവഴിയായി ഇതിനെ നമുക്ക് കാണാം. കുറ്റിക്കോൽ പഞ്ചായത്തിനെ സമ്പൂർണ്ണ നീന്തൽ പഞ്ചായത്താക്കി മാറ്റുകയാണ് ഈ കൂട്ടായ്മയുടെ ലക്ഷ്യം. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.